ഞാനിത് എവിടെയായി വന്നിരിക്കുന്നേ? രാവിലെ തൊട്ട് ഇയാൾ എന്നെ കൊറേ പണി എടുപ്പിക്കുക. ഇയാള് ഞാൻ പറയുന്നത് കേൾക്കുന്നുമില്ല, എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നുമില്ല. എനിക്ക് നടക്കടാ, ഒരുപാട് പണി ഇനിയും ബാക്കി കിടക്കുവാ. ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് എന്റെ വീറിനെ ഓർമ്മ വരുന്നത്. അവൻ എനിക്ക് എത്ര റെസ്പെക്റ്റും സ്നേഹമാ തന്നോണ്ടിരുന്നേ. ഞാൻ എന്തിനാ അവനോട് വഴക്കിട്ടെ? മിസ് യു വീർ, നീ ഇതെവിടെയാ? ജിൻഡു, ചുൾബുൾ എവിടെയാ പോയെന്ന് ഒരു പിടുത്തവുമില്ല. നീ വേഗം പോയി ചുൾബുളിനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവാ. ഓക്കെ ബോസ്, ഇപ്പൊ കൊണ്ടുവരാം. ശരിക്കും ഈ ചുൾബുൾ എപ്പോഴും നമ്മളെ കഷ്ടപ്പെടുത്താറുണ്ട്. അവനായിട്ട് ഇവിടുന്ന് പോയി തന്നത് എന്തായാലും നന്നായി. ഒരു കാര്യം ചെയ്യാം, ബോസിന് വേറെ ഏതെങ്കിലും നല്ല അച്ചടക്കമുള്ള ഒരു ഡോങ്കിയെ പിടിച്ചോണ്ട് കൊടുക്കാം. നീ എന്താ ഇവിടെ ചിന്തിച്ചോണ്ട് നിക്കുന്നേ? ഒന്ന് വേഗം ആവട്ടെ. ചെയ്യാലോ. ഇന്ന പിടിച്ചോ, ദേ നമ്മുടെ ചുൾബുൾ എത്തിപ്പോയി. ചുൾബുൾ, നീ എവിടെയായിരുന്നു? നീ ഇല്ലാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയോ? ഓ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യാണോ? എങ്കി പിന്നെ ചുൾബുൾ, ഞാൻ നിനക്ക് ക്യാരറ്റ് കൊണ്ടുവന്ന് തരാം. എന്നാ നീ ക്യാരറ്റ് കഴിക്ക്, എന്നിട്ട് ദേഷ്യമൊക്കെ കളാ. നല്ല നല്ല പച്ച പുല്ലുകള് തരണ്ടെടുത്ത് എനിക്ക് ക്യാരറ്റ് ആണോ തരുന്നേ? ഞാൻ എന്താ വല്ല മുയലും ആണോ? ഞാൻ ഈ ക്യാരറ്റ് ഒന്നും കഴിക്കില്ല. പൊക്കോ. മതി നിന്റെ ദേഷ്യമൊക്കെ, മര്യാദക്ക് ക്യാരറ്റ് കഴിക്ക്. ഞാൻ ഈ ക്യാരറ്റ് ഒന്നും കഴിക്കില്ല. പക്ഷെ കാല് മടക്കി നല്ല തൊഴി നിനക്കിട്ട് ഞാൻ വെച്ച് തരും. എന്താ വീറി ചെയ്തത്? വായുവിൽ ഇങ്ങനെ റോക്കറ്റ് പോലെ പറക്കുമ്പം നിനക്ക് ലാൻഡ് ചെയ്ത് കളിക്കാൻ എന്റെ ചന്തി മാത്രമേ കിട്ടിയുള്ളൂടാ. സോറി അങ്കിൾ. വാ, കൊള്ളാം. ആ കഴുത വീറിനെ എന്തൊരു അടിപൊളി തൊഴിയാ തൊഴിച്ചത്. ഇന്നാ മൂത്തെ പിടിച്ചോ. ഒരു ക്യാരറ്റ് എന്റെ വയായിട്ട് ഞാൻ നിനക്ക് വെറുതെ തരാം. ഇതിന് പകരമായിട്ട് നീ ആ വീറിന് ഒരു തൊഴി കൂടെ കൊടുക്കണം. അതിനെന്താ, ഞാൻ തൊഴി കൊടുക്കാവല്ലോ. നിനക്ക് തന്നെ ഞാൻ ആദ്യം തൊഴി തരാം. നടുവി പൊടിഞ്ഞാന്. ഇന്ന് നിന്റെ നടുവ് ഞാൻ ഓടിച്ചു തരാമടാ. ഇങ്ങോട്ട് വാടാ. ഇതൊരിക്കലും നമ്മുടെ ചുൾബുൾ അല്ല. ചുൾബുൾ ഇത്ര വാശിയുള്ളവനും ദേഷ്യക്കാരനൊന്നും അല്ല. ചുൾബുൾ, നീ ഇതെവിടെയാ? വേണ്ട ബോസ്, വേണ്ട ബോസ്. ഇന്ന് പിടിച്ചോ. ഇപ്പൊ കണ്ടോളൂ എന്റെ ഷോട്ട്. ഇന്നാ പിടിച്ചോ. ഇത് ഞാൻ എങ്ങനെ എടുക്കാനാ? ഷട്ടിൽ കോർക്ക് നീ ആ മരത്തിന് മേലടിച്ചിട്ടില്ലേ? അതിനിപ്പോ എന്താ? നീ ഇല്ലേ, നീ പോയി അതെടുത്തോണ്ട് വാ. ഓക്കേ. ഇതെന്താ ഈ ഭൂമിക്കടിയില് വൈബ്രേഷൻ ഉണ്ടാവുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് നോക്കേണ്ടി വരും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ. അത് മെറ്റൽ കൊണ്ടുള്ള ഒരു പാമ്പാ, അതായത് ഒരു റോബോട്ടാ. എന്നെ പിടിക്കാനാത് വന്നേ. ഇതിനെ തീർച്ചയായും മാഡ്മാക്സ് ആയിരിക്കും അയച്ചേ. ഇതൊക്കെ എന്താണ് വീർ? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ ചഡ്ഡാങ്കിളിന്റെ ആ കാറ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എന്റെ കാർ എവിടെ? അല്ല, എന്റെ കാർ എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് ഞാൻ ഒരിക്കലും മാറാറില്ല. ഞാൻ എല്ലാവരെയും മാറ്റാറേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞോ, എന്റെ കാർ എവിടെ? കാർ എങ്ങനെയാണ് പെട്ടെന്ന് കാണാതായത്? ആരെങ്കിലും വന്നെന്നെ ഒന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ, പ്ലീസ്. ആ മാഡ് മാക്സ് വളരെ തന്ത്രശാലിയാണ്. അവൻ അയച്ച ആ റോബോട്ടിന് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ നിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നിട്ട് നിന്നെ പിടിക്കും. അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അപ്പൂപ്പ. അതിന് എന്നെ കാണാൻ കഴിയും, പക്ഷെ എനിക്ക് അതിനെ കാണാൻ കഴിയില്ല. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്.
ഇത് വെച്ചോളൂ. എക്സ്റേ വിഷൻ ഗ്ലാസസ് ആണ്. നീ നിന്റെ റോബോട്ടിക് കണ്ണുകളിൽ ഇത് വെച്ചോളൂ. അപ്പൊ പിന്നെ നിനക്കും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇത് കൊള്ളാലോ അപ്പൂപ്പ. നീ ഇവിടെ നിന്ന് എന്തായി നോക്കുന്നത്? ഒന്നുമില്ല. നിനക്കെന്താ? നീ പോയി നിന്റെ ജോലി ചെയ്യേ. എന്ത് പറ്റി? എന്തിനങ്ങനെ റോക്കറ്റിനെ പോലെ ആകാശത്തുകൂടെ പറന്നു നടക്കുന്നത്? അല്ലല്ലേ, ആരാ നീ? എന്നെ വിടാൻ, എന്നെ വിടാൻ. അയ്യോ വേണ്ട വേണ്ട, എന്നെ പിടിക്ക. ഇതാ ഞാൻ പിടിച്ചു. എന്തിനാ എന്നെ കൺഫ്യൂസ് ആക്കുന്നത്? ഇടയ്ക്ക് പറയും പിടിക്കാൻ, ഇടയ്ക്ക് പറയും എന്നെ വിടുന്ന്. അല്ല എമിലി, നീയോ? നീ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ എന്താണ് വീർ? ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അയ്യോ, എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ജിൻടു ആണ്. ജിൻടു ഒരു ജിന്നാണ്, അതുകൊണ്ട് അവൻ കുറച്ച് ടൈം പാസ് ചെയ്യാ. ആ ശരി ശരി, എൻജോയ് ചെയ്തു. ആൻഡ് ഡോണ്ട് വെറി, ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പോയി പറയില്ല. നിങ്ങൾക്കെല്ലാം ആകാശത്തുകൂടെ പറക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഇന്ന് പൂർത്തിയാക്കി തരാം. ജിൻടു, ആരെങ്കിലും കണ്ടാ നമ്മൾ എന്ത് ചെയ്യും? വേഗം ഞങ്ങളെ താഴെ ഇറക്ക്. ഇവന്റെ ഒളിഞ്ഞു നോട്ടം കാരണം ഞാൻ പൊറുതിമുട്ടിയിരിക്കുക. ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ, അല്ലേ വീർ? അയ്യോ വേണ്ട 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 വേണ്ട, എന്നോട് ക്ഷമിക്കേ പ്ലീസ്. എന്നോട് ക്ഷമിക്കേ, എന്നോട് ക്ഷമിക്കേ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ എന്റെ ചെവിയിൽ പിടിച്ച് നിങ്ങളോട് സോറി പറയാം. സോറി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കില്ല. ഇനി ഞാൻ ഒരിക്കലും ഒളിഞ്ഞു നോട്ടം കോമിക്സ് പോലും വായിക്കില്ല. പ്ലീസ് പ്ലീസ്, എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. പകടം പകടം ആനം പാനം, നിന്റെ ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇതുവരെ നീ ഇവിടെ കണ്ടതെല്ലാം നിന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. അല്ല, ഇത് എവിടുന്നാ ഈ ശബ്ദം വരുന്നത്? എന്ത് പറ്റി ചേച്ചി? ഒന്ന് വരണേ, അവൻ എന്റെ ബാഗും കൊണ്ട് പോന്നേ. അവൻ എന്റെ ബാഗ് വാങ്ങിച്ചതാ. ഈ കള്ളനിത് എവിടം വരെ ഓടാനാ? അയ്യോ, ഈ തീ ഇപ്പൊ എവിടുന്നാ വന്നത്? പണി പാളിയല്ലോ. ഇപ്പൊ നീ എങ്ങനെ പിടിച്ചെന്ന് ആലോചിക്കണ്ട. തൽക്കാലം ഇത് എങ്ങനെ അണയ്ക്കുമെന്ന് ആലോചിക്ക്. ദേ, ആ കാണുന്ന വെള്ളത്തിലോട്ട് എടുത്ത്. എവിടെ? ഞാൻ എന്റെ കാർ അവിടെയാണല്ലോ. അപ്പൊ പിന്നെ ഞാനിതെല്ലാം ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കുമോ? എനിക്കൊന്നും പറ്റിയില്ല വണ്ടിയുടെ മമ്മി. എനിക്ക് തോന്നുന്നത് ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കുമെന്നാണ്. നിങ്ങൾ അച്ഛനും മോനും ഒരേ പോലെ തന്നെയാ. ചിലപ്പോ അവൻ ശല്യപ്പെടുത്തും, ചിലപ്പോ നിങ്ങൾ. Mad Max is very very mad. ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ പിടിക്കാനായിട്ടില്ല. കൺട്രോൾ ബോസ്, കൺട്രോൾ. അങ്ങേ പോലൊരു ജീനിയസിന്, സൂപ്പർ ഡൂപ്പർ ജീനിയസിന് ദേഷ്യം അലങ്കാരമല്ല. നിനക്ക് മാത്രമേ ഈ ലോകത്ത് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവന്മാരും മണ്ടന്മാരും ഒന്നിനും കൊള്ളാത്തവരുമാണ്. ഇത് കണ്ടില്ലേ ബോസ്, ഞാൻ ബോസിന് വേണ്ടി ഒരു പുതിയ റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പ്രേം സഹായിയെയും അയാളുടെ റോബോട്ടിനെയും മണത്ത് കണ്ടുപിടിക്കുമെന്നേ. എന്നാ കാണിക്കണേ. നീ ഒന്ന് കാണിച്ചതാ ഇതെങ്ങനെയാ റോബോട്ടിനെ പിടിക്കുന്നതെന്ന്. യെസ് ബോസ്, ഞാൻ ഇപ്പൊ തന്നെ ബോസിന് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ബോസിന്റെ ആ തൂവാല ഒന്ന് തരൂ. എന്നാ പിടിച്ചോ, കാണിക്ക്, സാമ്പിള് കാണിക്ക്. സെർച്ച്.
ഇതെന്ത് സാമ്പിളാണ് നീ കാണിക്കുന്നത്? എന്നെയാണോ നിന്റെ പരീക്ഷണ വസ്തു ആക്കുന്നത്? മാഡ് മാക്സ് ഈസ് വെരി വെരി മാഡ്. മിസ്റ്റർ മാഡ് മാക്സ്, മൈ നെയിം ഈസ് കോബ്ര. നിങ്ങൾക്ക് വേണ്ടത് പ്രേം സഹായിയാണെങ്കിൽ അയാളെ എനിക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിയും. പകരം എനിക്കെന്ത് നൽകും? എത്ര കാശ് വേണമെങ്കിലും ഞാൻ തനിക്ക് നൽകും. പക്ഷേ താൻ എങ്ങനെയാണ് ആ റോബോട്ടിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? അതിന് ഞാനല്ല, എനിക്ക് പകരം